ഹായ് ഗൈസ്, ഞാൻ പ്രിയ ഹരീഷ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള പൊങ്കൽ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും പൊങ്കൽ എന്ന് പറഞ്ഞാൽ എന്താന്ന്. മകരവിളക്കല്ല. അപ്പോൾ ഞങ്ങളിവിടെ പൊങ്കൽ രാവിലെ തന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയട്ടെ. രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും അനിയത്തിമാരൊക്കെ കൂടിയിട്ട് പച്ചക്കറി അറിയുവാണ്. രാത്രിക്കുള്ള എല്ലാം ഇപ്പം തന്നെ തുടങ്ങിയാലേ ടൈം മതിയാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് കുറേ പച്ചക്കറി ഉണ്ട്, അതൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കാറില്ല, അമ്മയാണ് ഉണ്ടാക്കുന്നത്. എന്താ പറഞ്ഞാൽ അത് ടേസ്റ്റ് നോക്കാൻ പാടില്ല അത്രല്ലേ, മരിച്ചവർക്ക് വെച്ച് കൊടുക്കുന്നതാണ് ഇന്ന് ഇവർ. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. ഇത് മുത്തിയമ്മ പൂമാല ഉണ്ടാക്കുകയാണ്. അവർ സെപ്പറേറ്റ് പൂ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സൂചിയിൽ കോർത്തിട്ട് മാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് നോക്കുകയാണ്, ഇത്ര ഭംഗിയിലാണ് മുത്തിയമ്മ ഇങ്ങനെ ഉണ്ടാക്കുക. സമാധാനത്ത് മുത്തിയമ്മ ഉണ്ടാക്കുവാണേ. അപ്പോൾ ഞാനും കുറച്ച് സഹായിച്ചു കൊടുത്തേ, കുറച്ചിങ്ങനെ എടുത്ത് കൊടുത്തതിൽ ഇതൊക്കെ തണ്ടൊക്കെ കട്ടാക്കിയിട്ട് അങ്ങനെ അതൊക്കെ അമ്മമ്മ പൂജയൊക്കെ ഉള്ളതൊക്കെ അമ്മമ്മ ഇങ്ങനെ റെഡിയാക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പച്ചക്കറി അറിയലോ അതും ഇതൊക്കെ ചെറിയ ഇങ്ങനത്തെ കട്ടിങ് അങ്ങനത്തെ പണിയൊക്കെ ഞങ്ങളെടുത്തു. പിന്നെ എല്ലാ കുക്കിങ്ങൊക്കെ അമ്മയാണ്. അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം കുക്കാക്കി എടുത്ത് വെച്ചു. ഇന്ന് വൈകുന്നേരം 8 മണിയുടെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അമ്മ മാസ്ക് എല്ലാം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ എച്ചെല്ലാം ഇല്ല, അത് അവിടെ ഇതാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാൻ പാടില്ലല്ലോ. അങ്ങനെ മാസ്കൊക്കെ ഇട്ടിട്ടാണ് അമ്മ വറവുകളൊക്കെ. പച്ചക്കറിയാണ്, നോൺ വെജ് ആക്കാറില്ല, പച്ചക്കറിയാണ്. അപ്പം അമ്മ എന്തെല്ലോ ഉണ്ടാക്കുകയാണ്. അച്ഛന് തേങ്ങ ചിരുവി കൊടുക്കുകയാണ്. അനിയത്തി എല്ലാം ക്ലീനാക്കി കഴുകി എല്ലാം വൃത്തിയാക്കി കൊടുക്കുകയാണ്. എല്ലാം ഹെൽപ്പാക്കിയത് അമ്മയ്ക്ക്. കുക്കിംഗ് മാത്രം അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ചെയ്തു. വൈകുന്നേരത്തിനുള്ളിൽ എല്ലാം റെഡി ആവണമല്ലോ. ഞങ്ങളങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് നിന്നത്. എന്നിട്ട് പൂജ തുടങ്ങി. ഇത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഫിഷ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. എന്ത് ഭംഗിയാണെന്നറിയോ ഗൈസ് കാണാൻ. ഒരുപാട് ഫിഷുകളുണ്ട്. ഇതിപ്പോൾ വലിയ ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് നിറഞ്ഞിട്ട് അതിനെ വേറെ ചെറിയതൊക്കെ വേറെ ടാങ്കിലൊക്കെ മാറ്റിയിട്ടില്ല. എന്നിട്ടും മതിയാവാണ്ട് അവർ ബക്കറ്റിലും ബേഷനിലൊക്കെ ഫിഷുകളാണ്. ഒരുപാട് ഫിഷുകളുണ്ട് ഇവിടെ. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ല ഭംഗിയാട്ടോ. ഇത് അത്ര നല്ലതുണ്ട് കാണാൻ. അങ്ങനെ അനിയത്തി രംഗോലിയൊക്കെ ഇടുകയാണ് വീട്ടിന് മുന്നിലേ. പൂജ തുടങ്ങാറായല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എനിക്ക് ഇടാൻ അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് നോക്കുമായിരുന്നു അതെങ്ങനെയാണ് ഇടുക അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നേ. അത്ര ഭംഗിയിലാണ് അവൾ ഇടുക. അവൾക്ക് ഇതൊക്കെ ശീലമാണ്. എപ്പോഴും അവൾ ഇടും. എന്ത് ഫെസ്റ്റിവൽ വന്നാലും ഇങ്ങനെയൊക്കെ ഇടുവേ. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോ എടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാ വീഡിയോ എടുത്തിട്ടില്ലേ, ഫുഡ് കഴിക്കുന്നതൊന്ന് മറന്നുപോയി വീഡിയോ എടുക്കാൻ. മറന്നതല്ല, വിശപ്പായിരുന്നു. ഒരുപാട് ലേറ്റായിരുന്നു പൂജ കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ വിശന്നപ്പോൾ പൂജ കഴിയുന്നവരെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഗൈസ്. ഇതാണ് അച്ഛൻ്റെ അമ്മയും അച്ഛനും. അവർക്കാണ് എല്ലാം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അച്ഛനമ്മ ഒരുപാട് നാളായി മരിച്ചിട്ട്. ഞാൻ കല്യാണമായി വരാത്ത മുമ്പല്ലേ മരിച്ചിന് കേട്ടോ. അപ്പോൾ വർഷം ഈ പൊങ്കലിനാണ് ഇവിടെ ഞങ്ങൾ വെക്കുക രാത്രി. എല്ലാവരും അപ്പോൾ ഒന്നിച്ചുണ്ടാവും. 3 ആളും. ഇവർ 3 മക്കളാണ്. അച്ഛന് 3 ആൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ വൈഫും കുട്ടികളൊക്കെ കൂടിയിട്ട് എല്ലാവരും ഒന്നിച്ച് ഉണ്ടാവുന്നത് ഈ ദിവസമാണ്. നല്ല ഹാപ്പി ആയിട്ടുണ്ടോ, അടിപൊളിയായിട്ട് നല്ല കോമഡിയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി എല്ലാ ജോലിയും ചെയ്ത് എല്ലാം ചെയ്യുന്നതാണ്. ഇപ്പോൾ അച്ഛനാണ് ഈ മൂക്കിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇതായി പോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഉണ്ടാക്കിയ സാധനമൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുകയാണ്. വെച്ചിട്ട് അതിന് പൂജ ആക്കിയിട്ട് ഇത് ഞങ്ങൾ പുറത്ത് പോയി നിന്നിട്ട് കുറച്ച് നേരം ഈ കർക്കിടത്തിന് ഞങ്ങളാക്കൂലേ, കർക്കിടവാവിന് അങ്ങനെയാണ് ഇവർ പൊങ്കലിനാക്കുന്നത് ഇവിടെ. ഇത് അച്ഛന് വിളക്കൊക്കെ വെച്ചു. ഇനിയിപ്പോൾ നല്ല ഇതാക്കി ആരത്തിയൊക്കെ എടുത്ത് എല്ലാം കാട്ടണമല്ലോ. ഒരാളെ ആയിട്ട് പൂജ ആക്കണം. അപ്പോൾ ദൈവത്തിന് ആദ്യം വിളക്ക് വെച്ചിട്ട് പിന്നെ ഇതാക്കാന്ന് പറഞ്ഞ് എന്തെങ്കിലും ആക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. എന്താ പറഞ്ഞാൽ അത് അച്ഛൻ തന്നെ ചെയ്യേണ്ടതാണ്, മോനല്ലേ, അപ്പം അച്ഛനാണ് ചെയ്യേണ്ടത്. അമ്മ ഹെൽപ്പിനായിട്ട് അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ടുള്ളതാണ്. അച്ഛന് എന്തെങ്കിലും വേണമെങ്കിൽ, അച്ഛന് നല്ല തടിയുണ്ടല്ലോ, അപ്പോൾ ഇരുന്ന് എണിക്കുമ്പോൾ കഷ്ടമാകും. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അടുത്ത് നിന്നിട്ടുള്ളത്. എന്ത് വേണം എല്ലാം എടുത്ത് ഇതാക്കാമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഞങ്ങളെപ്പോഴും വൈകുന്നേരമാണ് ചെയ്യുന്നത്, പകൽ ചെയ്യാറില്ല. വൈകുന്നേരം ഒരു 8 മണിയുടെ ഉള്ളിലാണ് ഇതിങ്ങനെ എല്ലാം ആവണമെന്ന് പറയും. ടൈമൊക്കെ നോക്കും, നല്ല ടൈമൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ പൂജയൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് അമ്മയാണ് ആരത്തി എടുക്കുന്നത്. അങ്ങനെ ഓരോരാളെയും വന്നെടുക്കും. പിന്നെ നെക്സ്റ്റ് മോനാണ്, എൻ്റെ അനിയനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോരാളായിട്ട് വന്നിട്ട് ആരത്തി, ഇപ്പോൾ വീട്ടിൽ എത്ര ആളുണ്ടോ അവരൊക്കെ എടുക്കണം. അങ്ങനെ ഓരോരാളെ വന്നിട്ട് ഞാൻ എടുത്തായിരുന്നു. പക്ഷേ ഞാൻ എടുത്തതിന് വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഇവരൊക്കെ എടുക്കുമ്പോൾ ഞാൻ എടുത്തു, പക്ഷേ ഞാൻ എടുക്കുമ്പോൾ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു ഗൈസ്. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ നേരത്തെ തന്നെ. അത് ഞാൻ പറ്റില്ല നേരത്തെ. അങ്ങനെ ഇന്നത്തെ പൊങ്കലൊക്കെ ഞങ്ങൾ കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യണോ, ലൈക്ക് ചെയ്യണോ, സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഇതിൽ എന്തായാലും എൻ്റെ ലാംഗ്വേജിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, എന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ. ഗുഡ് നൈറ്റ്.